ഇപ്പൊ സുപ്രഭാതത്തിലെ മുൻ പരസ്യം ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളില്ല അറിഞ്ഞില്ല. ഈ ഉമർ ഫൈസിന്റെ ഈ പ്രസ്താവന ബന്ധമില്ല എന്ന് പറഞ്ഞാൽ പോരാ, ഇല്ലെങ്കിൽ അയാൾ എങ്ങനെ ഈ മുഷാവറയിൽ വന്നു? അതുപോലെ നിങ്ങളൊക്കെ കണ്ടില്ലേ, ഒരു മുഷാവറ എന്ന് പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ഇത്ര വലിയ സ്ഥാനത്തിരുന്നല്ല കോഴിക്കോട് സ്റ്റേജ് വെച്ചിട്ട് എന്താ സംസാരിക്കുന്നത്? എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത ഭാഷകൾ പൊതു സ്റ്റേജിൽ കയറി ഒരു മുഷാവറ മെമ്പർമാർ പറയാണ്. ഇത്ര അപഹാസ്യാണത്. ഉമർ ഫൈസിനെ മാറ്റാതെ ഒരു അനുനയത്തിന് ഇല്ല. അത് ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങൾ ശക്തമാണ്. അത് അദ്ദേഹത്തെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അദ്ദേഹത്തെ മാറ്റണം. അദ്ദേഹം മുഷാവറ മെമ്പറാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പം പലതും അദ്ദേഹത്തിന് ഞങ്ങൾ മറ്റു കാര്യങ്ങൾ വ്യക്തിപരമായി ഒന്നും പറയുന്നില്ല, അതൊക്കെ പറയുന്നത് മതി. പക്ഷെ എന്നാലും ഇവിടെ സമസ്ത എന്ന പ്രസ്ഥാനത്തിന്റെ മുകളിൽ ഇപ്പൊ സമസ്തനെ ഹൈജാക്ക് ചെയ്യാണ് ഞങ്ങളാണ്. അവർ പറയും അതാണ് സമസ്ത എന്ന് പറയാൻ പറ്റുമോ? സമസ്തക്ക് ഒരു സംവിധാനം ഉണ്ട്, അതിന് ലീഡർഷിപ്പ് ഉണ്ട്. അതിന് അവർ പറയട്ടെ. അവരും ഇന്ന് വരെ ഞാൻ പറഞ്ഞല്ലോ, ഹക്കീം ഫൈസിയെ മാറ്റണം എന്ന് സമസ്തയുടെ ഒരു നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഒരാളെ കൊണ്ടുവന്നു. ആ പ്രശ്നം അതിനോട് തീർത്തതാണ്. ഉടനെ പത്രക്കാരെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. പോയത് മൂർഖനാണെങ്കിൽ വന്നത് കരിമൂർഖനാണ്. എത്ര അപകടകരാണ്. അത് ആരാ പറഞ്ഞേ? സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞോ? സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞോ? ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പറഞ്ഞില്ല? പറഞ്ഞത് ഇവരാണ്. അപ്പൊ എന്താ ഇവരുടെ ലക്ഷ്യം? ഇത് ആക്കണം. എനിക്ക് നേരിട്ടറിയാം, എടവണ്ണപ്പാറ സമ്മേളനം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പ്രശ്നം നല്ല രീതിയിൽ തീരാണ്. അപ്പൊ അവിടെ കൊണ്ടുവന്ന് ഇയാൾ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്തൊരു യോഗം വിളിപ്പിച്ചതാണ് ടീമിനോട്. ഇങ്ങോട്ട് അത് പത്രത്തിലേക്ക് കൊടുത്തു. പാണക്കാട് ഖാലി ഫൗണ്ടേഷനൊക്കെ എന്തിനാ എതിർക്കുന്നത്? തങ്ങള് ഇപ്പം ജിഫ്രി തങ്ങള് ഖാലിയാണ്, കാഞ്ഞങ്ങാട് ഭാഗത്ത്. അവിടെ ഇതുപോലൊരു ഫൗണ്ടേഷൻ ഉണ്ട്, അവിടെ സംവിധാനം ഉണ്ട്. അദ്ദേഹം അവിടെ വന്ന് ഇരിക്കലുണ്ട്. അതുപോലെ കോഴിക്കോട് വലിയ ഖാലി, അത് അദ്ദേഹത്തിന്റെ കീഴിൽ കോഴിക്കോട് ആസ്ഥാനമുണ്ട്. പാണക്കാട് തങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പൊ സാദിഖലി തങ്ങൾക്ക് നിരന്തരം വളരെയധികം തിരക്കായി. അദ്ദേഹത്തിന് ഈ സ്ഥാപനം കിട്ടില്ല. അപ്പൊ ഞങ്ങളൊക്കെ അടക്കാണ് അങ്ങനെ ഒരു സ്ഥാപനം വേണം, ഒരു ഖാലി ഹൗസ് ഉണ്ടാക്കണം. അവിടെ വെച്ച് ഈ പ്രശ്നങ്ങൾ, മഹലുകളിൽ വരുന്ന പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ തീർക്കണം എന്ന് പറഞ്ഞൊരു കാര്യത്തിന് നല്ല ഉദ്ദേശത്തോട് തുടങ്ങിയ എന്തിനാ അതിനെ എതിർക്കണം? ഇതിന് വർഷങ്ങളോളം ഇല്ലാത്തൊരു ഫൗണ്ടേഷന്, ഖാസി ഫൗണ്ടേഷന് പാണക്കാട് കുടുംബത്തിന്റെ പേരിൽ തുടങ്ങുമ്പോൾ അത് സമസ്തയിൽ ചർച്ച ചെയ്തിരുന്നു. ഞങ്ങൾ ഇങ്ങനെ തുടങ്ങാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇങ്ങനെ ഒന്ന് തുടങ്ങുകയാണ് എന്ന് തങ്ങൾമാർ തന്നെ പറയും. എന്താ കുഴപ്പമില്ല, ജിഫ്രി തങ്ങൾ പറഞ്ഞല്ലോ, അതിനെന്താ കുഴപ്പം? നാളെ അദ്ദേഹം പത്രക്കാരൻ പറയും, ഞങ്ങളോടൊക്കെ നേരിട്ട് പറഞ്ഞു, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ജിഫ്രി തങ്ങൾ ഓരോ വിഷയം വരുമ്പോഴും അതിന് എന്താ തകരാറെന്ന് ചോദിക്കുന്നുണ്ട്. അതേ സമയത്ത് നിങ്ങളിപ്പോ പറഞ്ഞ അമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞ മൂർഖമ്പാമ്പിന്റെ ഉദാഹരണം, അതുപോലെ സുപ്രഭാതത്തിൽ വന്ന പരസ്യം, ഈ പരസ്യം കഴിയുമ്പോഴും ഉമർ ഫൈസിയുടെ പ്രസ്താവന വരുമ്പോഴും ഈ സംഗതികളൊക്കെ വരുമ്പോഴും പിന്നീട് അവരുടെ പേര് ശക്തമായ നടപടി ഒന്നുമില്ല. അവിടെയാണ് ഞങ്ങൾ ഈ പറയുന്നത്. അത് അവർ അത്ര ശക്തരാണ്. ആ ശക്തരാകുന്നതിനാണ് ഞങ്ങൾ ഇപ്പുറത്തും അത് പറ്റില്ല എന്ന് പറയാൻ ഞങ്ങൾ യഥാർത്ഥ ശരിയാണ്. ഇങ്ങനെയൊക്കെ അച്ചടക്ക ലംഘനവും ഹൈജാക്ക് ചെയ്യലും ഞങ്ങളാണെന്ന് പറയലും. ഉദാഹരണത്തിന് ഇപ്പൊ സുപ്രഭാതത്തിന്റെ MD അമീദ് ഫൈസി എന്ന് പറഞ്ഞു, അദ്ദേഹത്തെ ആരാക്കിയത്? ഡയറക്ടർമാരാക്കിയിട്ടില്ല. സുപ്രഭാത അത് അറിയില്ല. സ്വയം അവരോധിതം. ഞാൻ ഡയറക്ടറാണ്, ഞാൻ MD ആണ് എന്നിട്ട് പറയാണ്. എന്ത് ശരിയാണത്? 16-17 ഡയറക്ടർമാർ ഇപ്പൊ കത്ത് കൊടുത്തണം, മീറ്റിംഗ് വിളിക്കണം, മാറ്റണം എന്ന് പറഞ്ഞിട്ട്, നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഹമീദ് ഫൈസിയുടെ പേരിൽ മാത്രമാണ് അച്ചടക്ക നടപടി നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അല്ല, ഉമർ ഫൈസിന്റെ പേരിൽ വേണം. ഹമീദ് ഫൈസി ഇതിനൊക്കെ ഹെഡ് അവരാണ്. ഈ 5 ആളുകളാണ് പറഞ്ഞത്, 5 ആളുകളുടെ പേരിലും അച്ചടക്ക നടപടി ആവശ്യപ്പെടുന്നു. ഇല്ല, അങ്ങനെ ഇവരെ നിലക്ക് നിർത്തണം. ഇവർ സമസ്തയേക്കാൾ സൂപ്പർ സമസ്ത ആവരുത്. എങ്ങനെയുള്ള നടപടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്? ഉമർ ഫൈസി വ്യക്തമായി പാണക്കാട് തങ്ങളെയാണ് ആക്രമിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് ഇപ്പൊ ഞങ്ങൾ നിലപാട് മാറ്റി വന്നാലോ? എങ്ങനെ? നിലപാട് മാറ്റിയത് പരസ്യമായി പറഞ്ഞതാണ്. അത് എന്താ നിലപാട് മാറ്റണം? അദ്ദേഹം ആ സ്ഥാനത്ത് സമസ്തയുടെ സെക്രട്ടറിയും മുഷാവറ മെമ്പറുമാണ്. ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റൂല. പക്ഷേ ഇപ്പൊ ഉമർ ഫൈസിയെ ഈ നിലപാട് നിങ്ങൾ ഇതേ രൂപത്തിൽ തുടർന്നു പോവുകയാണെങ്കിൽ അവര് ഉമർ ഫൈസിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരുപാട് സമ്മേളനങ്ങൾ വെക്കുന്നു, അതിൽ ആളുകളും കൂടുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് വലിയൊരു ഭിന്നിപ്പിലേക്ക് ആളുകൾ കൂടുന്നത്. ആളുകൾക്ക് ഇതാണ് ഇപ്പുറത്ത് എടവണ്ണപ്പാറ ഞങ്ങൾ ഒരു യോഗം 1.5 ദിവസം കൊണ്ട് വിളിച്ച യോഗം എടവണ്ണപ്പാറക്ക് ഉൾക്കൊള്ളാത്ത ജനങ്ങൾ എത്തി. അപ്പൊ ആളുകളത്, കാരണം ഇതൊന്നും അറിയില്ല, ഇതെന്താണ് സംഭവം. കുറേയേറെ ആളുകൾ ഒന്നും അറിയാത്തവർ അതിൽ കൂടി പോകുന്നു. അത് സമസ്ത എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അങ്ങേയറ്റത്ത് ബഹുമാനിക്കുന്ന സംഘടനയാണത്. ഞങ്ങളൊക്കെ അതിന്റെ ഭാഗവാക്കാണ്. അപ്പം സമസ്തക്ക് ഒരു പോറലേൽക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. സമസ്ത അങ്ങനെ വേണം, ആ രീതി തന്നെ കൊണ്ടുപോകണം.
പക്ഷെ ഇവര് ഈ 3-4 ആളുകളാണ്. അത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. അല്ല, ഇതില് സമസ്തയില് നിങ്ങൾക്ക് തന്നെ വലിയ ഒരുപാട് സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായപ്പോ നിങ്ങൾക്കൊന്നും ഇത്രയും വലിയൊരു ശക്തികൾ അതിൽ ശക്തിപ്പെട്ട് വരുന്നത് അറിഞ്ഞില്ല. നമ്മളൊക്കെ അന്ന് തന്നെ എത്തുണ്ട്. ഞാൻ പറയാം, 2016 ഷജറത്തു ത്വയ്യിബ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. എന്താ ഈ ഗ്രൂപ്പിന്റെ ലക്ഷ്യം? സമസ്തന്റെ ഉള്ളില് ഷജറത്തു ത്വയ്യിബ എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക ടീമിനെ, അതായത് ലീഗിനോട് എതിർക്കുന്ന ഒരു വിഭാഗത്തിനെ രൂപപ്പെടുത്തി ഈ ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പ് അതിൽ അവരിങ്ങനെ നിരന്തരം ഇത് പലതും പറയാണ്.